ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട് സ്ഥിതി ചെയ്യുന്ന ഇഷ യോഗ സെൻറ്ററിലേക്കാണ്. തമിഴ്നാട് കോയമ്പത്തൂരാണ് ഇഷ യോഗ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ആദിയോഗിയുടെ വലിയ സ്റ്റാച്യു ഒക്കെ ഉള്ള ഈഷ യോഗ സെൻറ്ററിലേക്ക് ആലുവയിൽ നിന്ന് ഏകദേശം ഒരു 185-190 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ കാറിൽ ഫാമിലി ആയിട്ടാണ് ഇവിടേക്ക് പോകുന്നത്. തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 40 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈഷ യോഗ സെൻറ്ററിലേക്ക്. നിരവധി ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇവിടേക്ക് സർവീസ് നടത്തുന്ന കാരണം യാത്ര ചെയ്യാനും ഇവിടെ എത്തിച്ചേരാനൊക്കെ വളരെ എളുപ്പമാണ്. വലിയ കാർ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ. നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റും, ഇഷ്ടംപോലെ കാറുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാർ പാർക്കിംഗ് ഏരിയയിൽ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടേക്ക് നടക്കുകയാണ്. നമ്മളങ്ങനെ നടന്ന് ഇതിൻ്റെ എൻട്രി പോയിന്റിലെത്തി. എൻട്രി പോയിന്റിൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ അവർ ഒരു ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ബോർഡ് നമ്മൾ വായിച്ചു നോക്കി, പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് ആദ്യമായിട്ട് വരുന്ന കാരണം വലിയ ഐഡിയ ഒന്നുമില്ല ഈ സ്ഥലത്തെ പറ്റി. എന്നാലും ബോർഡൊക്കെ വായിച്ചു നോക്കിയിട്ട് നമ്മളങ്ങോട്ട് നീങ്ങുകയാണ്. ഇവിടെ നിറച്ച് നിരവധി ടീ സ്റ്റാളുകൾ കാണാൻ പറ്റും. ഈ ഏരിയ ഇഷ യോഗ സെൻറ്റർ വന്നതിന് ശേഷമാണ് ഈ ഏരിയ ഡെവലപ്പ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോട് സമീപമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ചെറിയ കടകളും മറ്റും. ഇത് വരുന്ന വഴി കോയമ്പത്തൂരിൽ നിന്ന് 40 കിലോമീറ്റർ ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു റിമോട്ട് ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇഷയിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കുറച്ച് കാളകളെയും പശുവിനെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. എല്ലാ വിസിറ്റേഴ്സും അതിനെ താലോലിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും അതിനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതിനെ താലോലിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് ആ സ്നേഹം കിട്ടാൻ വേണ്ടി അത് ഇങ്ങനെ നോക്കി നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് ഭക്ഷണം കിട്ടാൻ വേണ്ടി ഇങ്ങനെ തലയിട്ട് നമ്മോട് ഇങ്ങനെ സാമീപ്യം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഫാമിലിയും ഇതെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ വലതുവശത്തായിട്ട് ഒരു ചെറിയ ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ നമ്മളപ്പോഴാണ് ബോർഡ് ശ്രദ്ധിക്കപ്പെട്ടത്. അതിൽ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം വാങ്ങിച്ചിട്ട് നമുക്ക് ഈ പശുവിനും കാളയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ ഒരു വഴിപാടായിട്ട് സങ്കല്പിച്ച് ഇവിടെ നിന്ന് വാങ്ങിച്ച് ഇതിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വിസിറ്റേഴ്സൊക്കെ അത് കാരണം കുറേ പേര് ഇത് വാങ്ങിച്ച് ഇതിനൊക്കെ കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ കുറച്ച് നോക്കുമ്പോൾ കണ്ടാവും വലിയ ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിലാണ് ശിവരാത്രി മഹോത്സവത്തിന് സദ്ഗുരുവിൻ്റെ വലിയ ഒരു ഭജൻസും ഒരു 1 ഡേ പ്രോഗ്രാം, ഭയങ്കര വലിയ പ്രോഗ്രാമാണ്. ശിവരാത്രിയുടെ അന്നാണ് ഇത് നടക്കുന്നത്. സദ്ഗുരു ഇവിടെ ഡയറക്റ്റ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഉള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദൂരെ ഒരു ശിവൻ്റെ പ്രതിമ. വളരെ ദൂരെയായിട്ടാണ് കാണുന്നത്, ചെറുതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് വളരെ ചെറുതാണല്ലോ എന്ന് വിചാരിച്ചേക്കുന്നത്. പക്ഷേ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് ചെല്ലുന്തോറും ആ ശിവൻ്റെ പ്രതിമ ഭയങ്കര വലുതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ പ്രതിമ 2 കൊല്ലം കൊണ്ടാണ് ഡിസൈൻ ചെയ്തതെന്നാണ് പറയുന്നത്. 2 കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്ത് 8 മാസം കൊണ്ട് നിർമ്മിച്ചു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഏകദേശം ഒരു 112 അടി ഉയരമുള്ള ഈ പ്രതിമ 24 മീറ്റർ വീതിയിൽ 147 അടി നീളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 147 അടി നീളമുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ലോകത്തെ ഏറ്റവും പൊക്കം കൂടിയ അർദ്ധകായ പ്രതിമ എന്ന ഗിന്നസ് ബുക്കിൽ നേടിയേക്കുന്ന ഈ പ്രതിമയാണിത്. ഇതിൻ്റെ തൊട്ടടുത്തേക്ക് ചെല്ലുമ്പോൾ ഇത് ഭയങ്കര വലുതായിട്ട് തോന്നും. ദൂരെ നിന്ന് ആയപ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ടാണ് തോന്നിയത്. അടുത്തേക്ക് ചെല്ലുന്തോറും ഇത് ഭയങ്കര വലുതായിട്ട് നമ്മൾ അതിശയിപ്പിച്ച് കളയുന്ന ഭയങ്കര ഹൈറ്റിലാണ്. ഭയങ്കര ഫിനിഷിങ്. ഇത് ഫുള്ളായിട്ടും സ്റ്റീൽ കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 8 മാസം കൊണ്ട് സ്റ്റീലിലൊക്കെ ഇത് നിർമ്മിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കണം. ഈ പ്രതിമയ്ക്ക് ഏകദേശം 500 ടൺ ഭാരമുണ്ടെന്നാണ് പറയുന്നത്. യോഗ ഉത്ഭവിച്ചത് ശിവനിൽ നിന്നാണെന്നും ആദ്യത്തെ യോഗി ശിവനാണെന്നുമുള്ള സങ്കല്പത്തിൽ കൂടെയാണ് ഈ ശിവപ്രതിമയ്ക്ക് ആദിയോഗി എന്നുള്ള പേരിട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പൂമാലയും പൂക്കളൊക്കെ ആൾക്കാർ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ സമർപ്പിക്കുന്നത്.
ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടാണ് ഇവിടെ നമ്മൾ മനസ്സിൽ ഈശ്വരനെ വിചാരിച്ചിട്ട് ഇവിടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് മടങ്ങാം. ഈ പ്രതിമയുടെ തൊട്ടടുത്തേക്ക് നമുക്ക് ഇതിലൂടെ തന്നെ നടന്നു പോകാൻ പറ്റും. തൊട്ടടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര, നമുക്കൊന്ന് മുകളിലേക്ക് നോക്കിയാൽ പോലും കണ്ണെത്താ ദൂരത്താണ് അതിൻ്റെ ഏറ്റവും അറ്റം കാണുന്നത്. അത്രയ്ക്ക് വലുതാണിത്. ഭയങ്കര ഫിനിഷിംഗ് ആണ്. നമുക്ക് തൊട്ടടുത്തേക്ക് ഇങ്ങനെ അടുത്ത് പോയിട്ട് ഇതിലേക്ക് നോക്കുമ്പോൾ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല ഭയങ്കര ഫിനിഷിംഗ് ആണ്. ഭയങ്കര ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ട് താഴേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നതും ആൾക്കാർ വരുന്നതും ഒക്കെ കാണാൻ പറ്റും. ഭയങ്കര ആംബിയൻസ് ഉണ്ട് ഇവിടെ. ഈ കാടിൻ്റെ നടുക്കും കാടിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് മലനിരകളൊക്കെ ഉള്ള കാരണം ഭയങ്കര ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ്. നമുക്ക് കുറച്ചിങ്ങനെ നടന്ന് നമുക്ക് പുറകോട്ട് ഈ ശിവലിംഗം പ്രദക്ഷിണം വയ്ക്കുന്ന വഴിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിന്ന് ക്യൂ നിൽക്കുന്നത് കാണാൻ പറ്റും. അത് ഇതിന് പുറകിൽ വളരെ ദൂരെയായിട്ട് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ആശ്രമമുണ്ട്. സദ്ഗുരു സ്ഥാപിച്ച ഒരു ആശ്രമം ഇവിടെയുണ്ട്. 1994 സദ്ഗുരു ജഗ്ഗി വാസുദേവ് ഇവിടെ ആശ്രമം സ്ഥാപിച്ചത്. അതിവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അവിടേക്ക് പോകുവാൻ വേണ്ടി കാളവണ്ടിയും, പിന്നെ കാളവണ്ടിയിൽ ഭയങ്കര തിരക്കാണ്. അതിനോടൊപ്പം തന്നെ അവർ ബഗ്ഗി സർവീസ് നടത്തുന്നുണ്ട്. നമുക്ക് ഏതിൽ വേണമെങ്കിലും അവിടേക്ക് കയറി പോകാൻ പറ്റും. ചെറിയൊരു 20 രൂപയും 30 രൂപയൊക്കെയാണ് അവിടേക്കുള്ള ഫീസ് ഇതിൽ കയറി പോകുന്നതിന്. അപ്പോൾ നമ്മളും അവിടേക്ക് ആശ്രമം കാണാൻ വേണ്ടി അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഈ പ്രതിമയിൽ 112 അടി എന്ന് പറഞ്ഞല്ലോ, 112 അടി വെക്കാനുള്ള ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിൽ 112 ചക്രങ്ങളുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ 112 അടിയുള്ള ഈ പ്രതിമ ഇവിടെ നിർമ്മിക്കാൻ കാരണം. ഞങ്ങളങ്ങനെ ബഗ്ഗി സർവീസിലോ പോവാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം കാളവണ്ടിയിൽ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. കാളവണ്ടിയിൽ ക്യൂ നിൽക്കാൻ തന്നെ ഇവിടെ ഇടിയാണ്, അത്രയ്ക്ക് ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ബഗ്ഗി കയറിയിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇവരുടെ കൃഷിസ്ഥലങ്ങളും മറ്റും കാണാൻ പറ്റും. കുറേ ഏരിയയിൽ, ഏക്കർ കണക്കിന് ഏരിയയിൽ കൃഷി ചെയ്തിരിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. തിരിച്ച് ആൾക്കാർ നടന്നും വരുന്നുണ്ട്, കുറേ പേര് കാളവണ്ടിയിൽ വരുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ വണ്ടിയിൽ അവിടെ എത്തി. അപ്പോൾ കാളവണ്ടിയൊക്കെ അവിടെ എത്തി. അവിടെ വലിയൊരു ഏരിയ കേട്ടോ. അവിടെ എത്തുമ്പോൾ തന്നെ അവിടെ കുറേ ടീ സ്റ്റാളുകളും ഉണ്ട്. ഇതാണ് അവരുടെ ആശ്രമത്തിലേക്ക് പോകുന്ന കവാടം. ഇവിടേക്ക് മൊബൈല്, ബാഗുകളൊന്നും കടത്തിവിടില്ല. അതൊക്കെ സ്കാൻ ചെയ്ത് അവിടേക്ക് കയറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാഗ്, മൊബൈലൊക്കെ കാണുന്ന ഏരിയയിൽ വളരെ ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഏറ്റവും അറ്റത്ത് അവിടെ കൊണ്ടുപോയി വളരെ സുരക്ഷിതമായിട്ടാണ് അവർ വാങ്ങിക്കുന്നത്. അതിന് 5 പൈസ അവർ വാങ്ങിക്കുന്നൊന്നുമില്ല. നമ്മുടെ പേരും അഡ്രസ്സും അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പ്രത്യേക ബാഗിലായിട്ട് അവിടെ സൂക്ഷിക്കും. തിരിച്ചു വരുമ്പോൾ അവരുടെ കളക്ഷൻ സെൻറ്ററിൽ നിന്ന് അത് തിരിച്ച് വാങ്ങിക്കാനും പറ്റും. അപ്പോൾ ബാഗും മൊബൈലും അവിടേക്ക് കൊടുക്കണം. വിലപിടിപ്പുള്ള ഒരു സാധനങ്ങളും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആശ്രമത്തിനകത്തേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം നമുക്കത് ചിത്രീകരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ആശ്രമത്തിനകത്ത് ചന്ദ്രകുണ്ട്, സൂര്യകുണ്ട് എന്ന് പറഞ്ഞ 2 കുളങ്ങളുണ്ട്. സൂര്യകുണ്ടിൽ ആണുങ്ങൾക്കും ചന്ദ്രകുണ്ടിൽ സ്ത്രീകൾക്കുമാണ് കുളിക്കാൻ പറ്റുന്നത്. അതിനുശേഷം അവിടെ പ്രീ സെഷൻ യോഗ ക്ലാസ്സുകൾ അവർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ചെറിയൊരു ധ്യാനലിംഗ എന്ന് പറഞ്ഞൊരു വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്. അതുപോലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴി ഒന്നുകിൽ നമുക്ക് കാളവണ്ടി സർവീസിലോ അല്ലെങ്കിൽ ബഗ്ഗി സർവീസിലോ തിരിച്ച് നമ്മുടെ ആ വ്യൂ പോയിൻ്റ് ഇല്ലേ അവിടേക്ക് പോകാൻ പറ്റും. പ്രതിമയുടെ അടുത്തേക്ക് ഈ ശിവൻ്റെ പ്രതിമയിൽ 7:20 ലൈറ്റ് ഷോ ഉണ്ട്. 7 മണി ആയപ്പോഴേക്കും നമ്മൾ വന്നിരുന്ന ആ ഗ്രൗണ്ട് കംപ്ലീറ്റ് ജനസമുദ്രമായി. ഒരു മനുഷ്യനില്ലാത്തിരുന്ന ആ ഗ്രൗണ്ട് മൊത്തം ഒരു സൂചി കുത്താൻ സ്ഥലമില്ലാത്ത കൂട്ട് തന്നെ ഭയങ്കര തിരക്കായി. ഇനി 7:20 ഷോ തുടങ്ങുന്നത്. 7 മണി തന്നെ ഫുൾ ജനമായി. വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ഉള്ള കാരണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.